കൗൺസിലർ. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവം യേശു കർത്താവിന് പകരമായി യേശു കർത്താവിന്റെ സ്ഥാനം അലങ്കരിക്കുവാൻ ഈ ഭൂമിയിൽ വന്ന ദൈവമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മോടുകൂടെ, ഓൾവേസ് വിത്ത് us, ടു ബി ഓൾവേസ് വിത്ത് us, നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് എന്നാണ് പറഞ്ഞത്. നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് നൽകി. അപ്പോൾ ആരാണ് നമ്മുടെ അരികിൽ നിൽക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? പരിശുദ്ധാത്മാവായ ദൈവം. നമ്മളൊരു കാര്യം ആലോചന കൊടുക്കേണ്ടത് ആർക്കാണ്? പരിശുദ്ധാത്മാവായ ദൈവത്തിന്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവായ ദൈവം വഴി യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധിയിൽ. പരിശുദ്ധാത്മാവായ ദൈവമാണ് റോമലേഖനത്തിൽ പറയുന്ന പോലെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ അറിയാത്ത വാക്കുകൾ അറിയാതെ നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഞരക്കങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഈസ് ഓൾവേസ് ഹെൽപ്പിംഗ് us. നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം. കർത്താവിന്റെ അസാന്നിധ്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ട്രയൂൺ ഗോഡിലെ, ട്രയൂൺ തൃത്വദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവായ ദൈവം. അത് പലപ്പോഴും നാം മറന്നുപോകുന്നു. ആരാണ് പ്രതിസന്ധിയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവായ കർത്താവെ നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത്? വഴിയറിയാതെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവായ കർത്താവെ എനിക്ക് നീ വഴികാട്ടിയാവണമെന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മളുടെ ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ആരാണ് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? നോബഡി പ്രേസ് ടു ദ ഹോളി സ്പിരിറ്റ്. ആരും പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. എന്തേ? പരിശുദ്ധാത്മാവായ ദൈവത്തെ ഇങ്ങനെ മറന്നുപോകാൻ. എന്നാൽ നമ്മുടെ അരികിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുവാനും അവനിൽ അഭയം അവനിലൂടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് അയക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതാണ്. ഈ ട്രയൂൺ ഗോഡിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിന്റെ ഈ തൃത്വ ദൈവഭാവം, ത്രിയേക ദൈവം എന്ന് പറയുന്ന ഈ ദൈവം നമ്മളെ ഒരു കൺഫ്യൂഷനിലേക്ക് നയിക്കുവാൻ വേണ്ടിയല്ല. ട്രയൂൺ ഗോഡ് നെവർ reveals, triune God never guide us into confusion. അബദ്ധധാരണകളിലേക്ക്, ആശങ്കകളിലേക്ക്, മനസ്സിലാക്കുവാൻ കഴിയാത്ത സരണികളിലേക്കൊന്നും പരിശുദ്ധാത്മാവായ ദൈവം അതല്ല പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ. Triune God reveals himself not to confuse us but to convict us. ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ക്ലെൻസ് us, നമ്മളെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. കംഫർട്ട്സ് us, നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനമായിട്ടുള്ള ശുശ്രൂഷ. നമ്മളെ കൺവിക്റ്റ് ചെയ്യുക, പാപബോധം നമ്മളെ സൃഷ്ടിക്കാൻ. അത് ഞാൻ ഈ പാട്ട് പാടി, പാപബോധം എന്നിൽ വരാൻ പാടി. അതുകൊണ്ടാണ് പാപബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ ക്ലെൻസ് us, നമ്മളെ ശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പാപമെല്ലാം നീക്കിടുവാൻ. അപ്പൊ പാപബോധം എന്നിൽ വരുന്നതിനും പാപമെല്ലാം മാറ്റുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ നീ എന്നിൽ വരണമേ എന്നാണ് ആ ചരണത്തിൽ ഞാൻ പാടിയിട്ടുള്ളത്. മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ടു കംഫർട്ട് us, നമ്മളെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം. നമുക്ക് ആശ്വാസം അരുളുന്നത്, നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ ആശ്വാസം അരുളുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. നമ്മൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, അവന്റെ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മോട് കൂടെ എപ്പോഴും വസിക്കുന്ന ദൈവമെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ പുറകിൽ തള്ളിയിട്ട് മുമ്പിലോട്ട് കയറി പിതാവായ ദൈവത്തോടാണോ യേശുവിനോടാണോ ആരോടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാതെ പ്രാർത്ഥിച്ചിട്ട് അവസാനം പറയും യേശു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നുവെന്ന്. നമ്മൾക്ക് യാതൊരു വ്യക്തതയുമില്ല നമ്മുടെ പ്രാർത്ഥന എവിടെ സമർപ്പിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ. അത് നമ്മൾ ഓർക്കണം. പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ സമീപത്ത് നിൽക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ പാപബോധം വരുത്തുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന,
ദൈവം എന്ന് ഓർക്കുവാൻ. സുപ്രധാനമായൊരു സ്ഥാനമാണ് ട്രൈയൂൺ ഗോഡിൽ, ഈ ത്രിയേക ദൈവത്വത്തിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിനുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഞാനിപ്പോൾ ഈ വചനം സംസാരിക്കുമ്പോൾ, ഞാനൊരു പ്രസംഗവേദിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ നിൽക്കുമ്പോൾ, എനിക്ക് വളരെ നിശ്ചയമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒരു വാക്കുപോലും നേരെ ചൊവ്വേ പറയാൻ എനിക്ക് കഴിയില്ല. അനുഭവമുണ്ട്, അതുകൊണ്ടായി പറഞ്ഞത്. ഞാൻ എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് വചന ശുശ്രൂഷിക്കുവാൻ കയറിയിടത്തൊക്കെ ഞാനൊരു പരാജയമായിരുന്നു. ഞാനൊരു മലയാളം പ്രൊഫസറാണ്, നല്ലതായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. ഹിന്ദി ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ പോലും എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന് എൻ്റെ ക്ലാസ് കേൾക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നു. അനേകരങ്ങനെ വന്നിരിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഞാൻ ഉജ്ജ്വലമായി വാഗ്ധോരണയോടുകൂടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, തീപ്പൊരി രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അത് വാക്കുകളിട്ട് എങ്ങനെയെങ്കിലും അമ്മാനമാടാൻ എനിക്ക് നല്ല കഴിവുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടെ ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ കയറിയാൽ, ഒരു ധ്യാന യോഗത്തിൽ പ്രസംഗിക്കാൻ കയറിയാൽ ഞാനൊരു വട്ടപൂജ്യമായിരിക്കുമെന്നതിന് സംശയമില്ല. ഞാനൊരു അമ്പേ പരാജയമാണെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ എന്നെ കൺവെൻഷന് വിളിക്കുമ്പോഴൊന്നും വേണ്ടത്ര ഒരുക്കമില്ലാതെ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നും ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരൻ മാനസാന്തരപ്പെട്ടുകൊണ്ട് ഈ മധ്യ കേരള പ്രദേശങ്ങളിലൊക്കെ വലിയ ഡിമാൻഡായിരുന്നു. അന്നൊക്കെ പോകും, വേണ്ടത്ര ഒരുക്കമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചും ഒന്നും വേണ്ടത്ര ധാരണയില്ലാതെ പ്രസംഗിക്കാൻ പോയി നേരെ ചൊവ്വ ഒരു വാക്കുപോലും, ഒരു വാചകം പോലും പറയാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയി ആയ നിമിഷങ്ങളുണ്ട്. അവസാനം ഒരു പന്തളം മർത്തോമ പള്ളിയിൽ പോയി പരാജയപ്പെട്ടു വന്നിട്ട് ഞാൻ മുട്ടിന്മേൽ കിടന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ്, കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുത്ത് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതാണെങ്കിൽ എനിക്കത് തരണമേ, എൻ്റെ കുറവുകൾ എന്നെ ഓർപ്പിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, മുട്ടിന്മേൽ നിന്ന് കരയുവാൻ തുടങ്ങിയപ്പോൾ അവനവൻ്റെ കരങ്ങളിൽ എന്നെ വഹിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ, അവന്റെ ശക്തിയില്ലാതെ, അവന്റെ വ്യാപാരമില്ലാതെ നമുക്കൊരു ശുശ്രൂഷയും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ പാടിയത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്നത് ശമരിയർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനെ കുറിച്ചാണ്. ശമരിയർ സ്നാനമേറ്റു, പക്ഷെ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല എന്നുള്ള ഒരു വലിയ വിവാദമാണല്ലോ അത്. വാസ്തവത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അന്യഭാഷ വരം സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത്. വ്യത്യസ്തമായ ഒത്തിരി വിശ്വാസ പ്രചരണങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യനെ മുമ്പ് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നത് നോട്ട് ടു കൺഫ്യൂസ് us, നമ്മളെ ആകപ്പാടെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുവാൻ, നമ്മളെ ആശങ്കയിൽപ്പെടുത്തുവാൻ, നമ്മളെ ഒരു തരം വിഭ്രാന്തിയിൽ നിർത്താനൊന്നും അല്ല പരിശുദ്ധാത്മാവായ ദൈവം വന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഈ കൺഫ്യൂഷൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നാം അറിയാതെ, വചനമറിയാതെ ആടി ഉലഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള പരിശുദ്ധാത്മ പ്രവർത്തനത്തെ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ശമരിയർ സ്നാനമേറ്റു, ബട്ട് they did not receive the Holy Spirit. എന്നാൽ അവർ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. സ്നാനമേറ്റെങ്കിലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല എന്നവിടെ കാണാൻ പറ്റും. അപ്പോൾ ചില സഭകൾ പഠിപ്പിക്കുന്നത് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നാണ്. അപ്പോൾ സ്നാനമേൽക്കുന്നത് കൊണ്ട് മാത്രം പരിശുദ്ധാത്മാവ് ലഭിക്കുകയില്ല എന്ന് ശമരിയർ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നാനമേറ്റത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ പോയ അനുഭവം. അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 44-46 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവരും കൈസരിയല്ല, അവിടെ പറയുന്നത് എന്താണ്? അവർ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. വചനം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു. മുമ്പേ ശമരിയർ സ്നാനമേറ്റിട്ടും പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല. പിന്നെ എപ്പോഴാണ് ലഭിച്ചത്? പത്രോസും യോഹന്നാനും പോയി അവരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് 10-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവർ കൈസരിയിൽ
വചനം കേട്ടു അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. വചനം കേട്ടു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അപ്പോഴാണ് യെരൂശലേമിൽ നിന്ന് വന്നവർ പറഞ്ഞത്, ഇവർ നമ്മെപ്പോലെ വചനം കേട്ട് പരിശുദ്ധാത്മാവിൽ വന്നവരെങ്കിൽ ഇവർക്ക് വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് പിന്നീടാണ് അവരെ സ്നാനപ്പെടുത്തിയത്. ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഒരിടത്ത് സ്നാനമേറ്റിട്ടും പരിശുദ്ധാത്മാവ് വന്നില്ല. പത്രോസും യോഹന്നാനും കൈവച്ചപ്പോൾ മാത്രമാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. ഇവിടെ വചനം കേട്ടപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പക്ഷേ സ്നാനമേറ്റത് അതിനുശേഷമാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ, 10-ാം അധ്യായത്തിലെ സംഭവങ്ങൾ വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറയുന്നത് ജെന്റൈൽ പെന്റക്കോസ്റ്റ് എന്നാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു പെന്റക്കോസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ജാതികളിൽ മേൽ പരിശുദ്ധാത്മാവ് വന്ന ഈ കൈസരിയിലെ സംഭവത്തെ തിരുവചന പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ജെന്റൈൽ പെന്റക്കോസ്റ്റ് എന്നാണ്. ജാതികളുടെ പെന്തക്കോസ്റ്റ്. അങ്ങനെ ഒരു പെന്തക്കോസ്റ്റിനെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇറ്റ് വാസ് എ പെന്റക്കോസ്റ്റ്. ജാതികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന ആ ദിവസത്തെ ആണ് ജെന്റൈൽ പെന്റക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും അത് പരക്കെ അറിയപ്പെടാത്ത ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന ആ ജെന്റൈൽ പെന്റക്കോസ്റ്റിനെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാവണം. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് യെരൂശലേമിൽ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട ആൾക്കാരോട്, സഭയുടെ നേതാക്കന്മാരോട് ഈ കൈസരിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അവിടെയും അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജെന്റൈൽ പെന്റക്കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുതം തിരുവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാസ്തവത്തിൽ അത് വചനം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അതിനുശേഷം വിശ്വാസ സ്നാനം സ്വീകരിച്ചവർ, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് സ്നാനത്തിന്റെ പേരിൽ, പരിശുദ്ധാത്മാവിന്റെ പേരിൽ എന്തെല്ലാം ടീച്ചിങ്സ് ഉണ്ടായാലും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തോ അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ്. നമ്മോട് കൂടെ വസിക്കുന്ന ഹീസ് എ പേഴ്സൺ. ഒരു പേഴ്സണാണ്, വാസ്തവത്തിൽ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. യേശു കർത്താവ് ഒരു വ്യക്തിയായിരുന്നത് പോലെ, യഹോവയായ ദൈവം ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ, പരിശുദ്ധാത്മാവായ ദൈവവും ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുവാൻ, ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു പേഴ്സണാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് പല ശുശ്രൂഷകളുണ്ട്. നമുക്കറിയാം പൗലോസിന്റെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ട പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ജാതികൾ, പരിച്ഛേദനക്കാരും അഗ്രചർമ്മികളും എല്ലാം ഒരുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ്. There is no difference between the circumcised and non-circumcised. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. കാരണം യേശു കർത്താവ് പറഞ്ഞത് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും വസിക്കും, സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുന്നതാണ്. അപ്പോൾ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടവനാണ്. അത് ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം നൽകുന്നതല്ല. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിയന്ത്രണം ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ മാത്രമല്ലെന്നർത്ഥം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നയിക്കുന്നത് ഏതെങ്കിലും ഒരു സ്വഭാവവിഭാഗമല്ലെന്നർത്ഥം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നയിക്കുന്നത് തിരുവചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അവിടെ പറയുന്നു, സ്നാനമേറ്റവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാതെ വന്നപ്പോൾ കൈവപ്പോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. തിരുവചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നവർക്ക് പിന്നീട് സ്നാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ജാതികൾക്ക് വേണ്ടിയാണ്. സോ ഇറ്റ് വാസ് കോൾഡ് ദ ജെന്റൈൽ പെന്റക്കോസ്റ്റ്, ജെന്റൈൽ പെന്റക്കോസ്റ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പേരിൽ നമ്മൾ പരസ്പരം കലഹിക്കേണ്ട കാര്യമില്ല. അത് വീണ്ടും ഞാൻ പറയട്ടെ, the triune God reveals himself not to confuse us. Triune God reveals himself not to confuse us, but to convict us. Convict എന്ന് പറഞ്ഞാൽ ബോധം വരുത്തുക. To cleanse us, നമ്മളെ ശുദ്ധീകരിക്കുക. To comfort us, നമ്മളെ ആശ്വസിപ്പിക്കുക.
നമ്മുടെ വേദനയിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആര്? പരിശുദ്ധാത്മാവായ കർത്താവ്. പരിശുദ്ധാത്മാവായ കർത്താവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത് യേശു മുഖാന്തരമാണ്. പ്രാർത്ഥന യേശു മുഖാന്തരമാണ്. ഈ പ്രാർത്ഥനയൊക്കെയും ദൈവസന്നിധി. ഹി ഈസ് ദ ഓൺലി മീഡിയേറ്റർ. യേശുവാണ് ഏക മധ്യസ്ഥൻ. അതുകൊണ്ട് ഏക മധ്യസ്ഥനായ യേശുവിലൂടെ ഈ പ്രാർത്ഥനയൊക്കെ തിരുസന്നിധിയിൽ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നെവർ നെഗ്ലക്ട് ദ ഹോളി സ്പിരിറ്റ്. എന്റെ മുമ്പിൽ പുസ്തകങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ബിക്കോസ് യു ക്യാൻ സീ ഇറ്റ്. എന്റെ മുമ്പിൽ ഒരു മേശയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്കത് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ അരികിൽ നിന്ന് ഒരാൾ എനിക്ക് പ്രോംപ്റ്റ് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം യു കനോട്ട് സീ ദ പേഴ്സൺ. ബട്ട് പ്രസംഗിക്കുന്ന എനിക്കറിയാം, I am being prompted. Somebody is prompting behind me to speak. അവൻ എൻ്റെ മുമ്പിൽ, എൻ്റെ പിന്നിൽ നിന്ന് ആരോ സംസാരിക്കുന്നു, എനിക്ക് പറഞ്ഞു തരുന്നു എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടായി കാണും. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ ബോധപ്പെടുത്തുന്ന, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പേരിൽ ഒരു കലഹം നമുക്ക് വേണ്ട. അവൻ വിശ്വസിക്കുന്ന ആരുടെയും സമീപസ്ഥനായി, വിശ്വസിക്കുന്ന ആർക്കും ആശ്വാസദായകനായി, അനുഗ്രഹദായകനായി എപ്പോഴും കൂടെയുണ്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. എന്ത് പ്രയാസം വന്നാലും എന്നോട് വന്ന് പറയും, ഞാൻ പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് സമാധാനം ലഭിച്ചു, ആശ്വാസം ലഭിച്ചു. അത്രമാത്രം പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു സ്ത്രീ രത്നമായിരുന്നു എൻ്റെ ഭാര്യ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും അവനെ നെഗ്ലക്ട് ചെയ്തത്. ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ മൂന്നിടത്ത് സുവിശേഷ വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ ദുഃഖിപ്പിക്കരുതെന്ന്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ നേരെ എന്ത് പറഞ്ഞാലും ദൈവം സഹിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നേരെ വ്യാജം പറയുന്നവനോട് ദൈവം ഒരു കാലത്തും ക്ഷമിക്കുകയില്ല. നിത്യതയിൽ അവന് പ്രവേശനമില്ല. ഒരിക്കലും അവനെ ക്ഷമ കിട്ടുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 24-29 വാക്യങ്ങളിൽ അവിടെയും യേശു കർത്താവ് തന്നെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് ഒരിക്കലും ക്ഷമ കിട്ടുകയില്ല എന്ന്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വീണ്ടും 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ നേരെ വ്യാജം പ്രവർത്തിക്കുന്നവന് ഒരിക്കലും ക്ഷമ കിട്ടുകയില്ല എന്ന്. പരിശുദ്ധാത്മാവായ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. നമ്മൾ ഈ ശമരിയയിലെ കഥ ഞാൻ പറഞ്ഞല്ലോ, ജെൻറ്റായിൽ പിന്നെ പെന്തക്കോസ്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു കാര്യം കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ വെച്ച് പത്രോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് കണ്ടപ്പോൾ ശിമോൻ എന്ന് പറയുന്ന ഒരു സമ്പന്നനായ മനുഷ്യൻ, ശിമോൻ എന്ന് പറയുന്ന സമ്പന്നനായ ഒരു മനുഷ്യൻ ചെന്ന് ദ്രവ്യവുമായിട്ട് പണവുമായിട്ട് പത്രോസിന്റെ യോഹന്നാന്റെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു, ഈ പണം വാങ്ങിയിട്ട് എനിക്കും ഇതിനുള്ള കഴിവ് തന്ന് അനുഗ്രഹിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചാൽ, കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനുള്ള ഒരു വരം എനിക്കും തരണം, ഞാൻ ദ്രവ്യം തരാം എന്ന് പറഞ്ഞു. പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കുവാൻ ശ്രമിച്ച ശിമയോനോട് പറഞ്ഞു, നീയും നിന്റെ പണവും നിന്നോടുകൂടെ നശിക്കട്ടെ. നീ അനുതപിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നീ ഇതിനോടുകൂടെ നശിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹത്തെ ശിക്ഷയാക്കി ശാപമാക്കി മാറ്റുന്നുണ്ട് അവിടെ. അപ്പോൾ ദ്രവ്യം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുവാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഓർക്കണം. അത് മറന്നുപോകാത്ത ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വ്യാപാരം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പണം കൊടുത്ത് ഈ കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വാസ്തവത്തിൽ വളരെ വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. പരിശുദ്ധാത്മാവിനെ വ്യാപാരം ചെയ്യുന്ന, പരിശുദ്ധാത്മാവിനെ ചില്ലറയായി മൊത്തമായി വെക്കുന്ന സഭകൾ എന്ത് ഭയങ്കരമാണ് വാസ്തവത്തിൽ. ഇതൊക്കെ വാസ്തവത്തിൽ
നിഷ്കളങ്കമായി ദൈവസന്നിധിയിലിരുന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി? എങ്ങാണ്ട് പോയിരിക്കുകയാണ്, ടൂർ പോയിരിക്കുകയാണോ പരിശുദ്ധാത്മാവ്? ഹീസ് വിത്ത് us always. നമ്മോട് കൂടെയുണ്ട് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. നമുക്ക് അവനെ വിളിച്ച് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നതാണ്. നോ, ഇറ്റ് ഹാസ് ബീൻ ഗിവൺ. നമുക്ക് നൽകപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ഉള്ളിൽ വസിക്കുവാൻ, അവനെ സ്വീകരിക്കുവാൻ നിനക്ക് കഴിയാതെ പോകുന്നിടത്താണ് നീ അവന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത്. He is with you, with me, with everybody. അതാണ് കർത്താവിന്റെ ദാനം. കർത്താവിന്റെ ദാനത്തെ നമ്മൾ അവിശ്വസിക്കരുത്. നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് തന്ന കർത്താവ് അവൻ വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയല്ല. പണ്ട് ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ദേവൻ വെളിക്ക് പോയിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കരുത്. ഹി ഈസ് ഓൾവേസ് വിത്ത് us. നമ്മോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, അവനെ നാം ദുഃഖിപ്പിക്കരുത് വാസ്തവത്തിൽ. അതുകൊണ്ട് ഈ ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ശിമയോൻ കാശ് കൊടുത്ത് വായിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവെ സ്നേഹമുള്ളവരുടെ വീട്ടിൽ വെച്ച് അടിയേറ്റവനാണ് പരിശുദ്ധാത്മാവ്. സ്നേഹമുള്ളവരുടെ വീട്ടിൽ വെച്ച് അടിയേറ്റവൻ, ദുഃഖിപ്പിച്ച്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവൻ. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കനാണ്, നിർവ്യാജനാണ് ഈ പരിശുദ്ധാത്മാവ് കേട്ടോ. സോ എ സിമ്പിൾ എ ഗോഡ്. വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു ദൈവമാണ് പരിശുദ്ധാത്മ. സോ സിമ്പിൾ എ ഗോഡ്, സോ സിമ്പിൾ എ ട്രൈയൂൺ ഗോഡ്. വളരെ നിഷ്കളങ്കനായി, നല്ല ആർദ്രഹൃദയനായി, ഒരു കാഠിന്യമില്ലാത്ത, നമ്മളെ എല്ലാ സത്യത്തിലും വഴി നടത്തുവാൻ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹി ഈസ് എ സോ സിമ്പിൾ എ ഗോഡ്. ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് അവനെ വേദനിപ്പിച്ചിട്ട് നിത്യശാപത്തിന്റെ അടിമകളായി തീരരുത്. പരിശുദ്ധാത്മാവായ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ, സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് അടിയേറ്റവൻ, പണം കൊടുത്ത് അവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചവനെ വേദനിപ്പിച്ച ഒരു രണ്ട് ശുശ്രൂഷകളുടെ പരിശുദ്ധാത്മാവിന്റെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ ശുശ്രൂഷകളൊക്കെ ആരാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? അപ്പം നമുക്ക് പാടാൻ ഗ്രൂപ്പിന്റെ ആയാലും ശരി, വേറെ ഏത് ഗ്രൂപ്പിന്റെ ആയാലും, ഹൂ ഈസ് ഇനിഷ്യേറ്റിംഗ് ദിസ് മിനിസ്ട്രി? എല്ലാ മിനിസ്ട്രികളും, എല്ലാ ദൈവ ശുശ്രൂഷകളും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതിന് പ്രാരംഭകനായി വരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഇത് നമ്മൾ ഓർക്കണം. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമ്മുടെ സ്വന്തം പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല നമ്മളെ ശുശ്രൂഷ. കോശിത്തലയ്ക്കൽ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പ്രേരണ കൊണ്ട്, അവന്റെ ആഹ്വാനം കൊണ്ട്, അവന് നിർബന്ധം എൻ്റെ മേൽ തരുന്നത് കൊണ്ട്. ഹി ഈസ് ദ ഇനിഷ്യേറ്റർ ഓഫ് ഓൾ ദ മിനിസ്ട്രീസ്. എല്ലാ മിനിസ്ട്രിയുടെയും, അത് ഏത് മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ, പ്രസംഗ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ടീച്ചിങ് ആയിക്കൊള്ളട്ടെ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആയിക്കൊള്ളട്ടെ, ഏതെല്ലാം ശുശ്രൂഷകളുണ്ടോ ക്രൈസ്തവ മേഖലയിൽ, ദ ഇനിഷ്യേറ്റർ ഈസ് ദ ഹോളി സ്പിരിറ്റ്. അത് നമ്മൾ വിശ്വസിക്കണം. പാട്ട് പാടുന്നവരാണ് നമ്മളെല്ലാം. നമ്മൾ പാട്ടിന് വേണ്ടിയാണ് കൂടി വരുന്നത്. ഹൂ ഈസ് ഇനിഷ്യേറ്റിംഗ് ദിസ് മിനിസ്ട്രി? എബിയുടെ ഹൃദയത്തിൽ ആരാണ് ഇങ്ങനെ ഒരു ചിന്ത കൊടുത്തത്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. യാതൊരു സംശയമില്ല, ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എബിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വികാരം കൊടുത്തത്. നീ സ്റ്റാർട്ട് ചെയ്യൂ, ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കും. അനേകരെ പാടുവാൻ കൊതിക്കുന്നവർ, എന്നെ പാട്ടിലൂടെ മഹത്വപ്പെടുത്തുവാൻ കൊതിക്കുന്നവർ അനേകര് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സ്റ്റാർട്ട് ഇറ്റ് വിത്ത് മീ. എന്നോടുകൂടെ ഇത് ആരംഭിക്കുന്നത്. ഹി ഇനിഷ്യേറ്റഡ് ദിസ് മിനിസ്ട്രി. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് നോട്ട് എബി ദാറ്റ് സ്റ്റാർട്ടഡ് ദി മിനിസ്ട്രി. This is initiated by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത്. അത് പറയാൻ എന്താ കാരണം? ഫസ്റ്റ് മിഷണറി യാത്ര, പൗലോസിന്റെ ഫസ്റ്റ് മിഷണറി യാത്രയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം
നമ്മൾ വായിച്ചു പോകുമ്പോൾ അവിടെയാണ് ഫസ്റ്റ് മിഷണറി യാത്രയെ കുറിച്ച് അവിടെ പറയുന്നത്. Who was the initiator of the first missionary journey of Saint Paul? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. The Holy Spirit initiated them to travel, to spread the gospel. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവാണ് പൗലോസിനെ പ്രേരിപ്പിച്ച് ആഹ്വാനം ചെയ്ത് അവന്റെ മിഷണറി ടീഡിയസ് ജേർണി. നമുക്കറിയാം 3 മിഷണറി യാത്രകൾ പൗലോസ് നടത്തി. 3 മിഷണറി യാത്രകളും അപകടപൂർണമായ മിഷണറി യാത്രകളായി, ആപത്തും അനർത്ഥങ്ങളും നിറഞ്ഞ മിഷണറി യാത്രകളാണ്. But who was the prompter? Who was the initiator of that one? It was the Holy Spirit. The Holy Spirit initiate ചെയ്തു. അവൻ കൂടെ നടന്നു. പ്രതിസന്ധികളിൽ, പ്രയാണങ്ങളിൽ അവനെ രക്ഷിച്ചു, വിടുവിച്ചു. അത്ഭുതകരമായി പൗലോസിന്റെ മിഷണറി അനേകം 7 സഭകൾ സ്ഥാപിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അല്ലേ? Who was the initiator? പരിശുദ്ധാത്മാവായ ദൈവം. So trust him. അവനിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മുടെ ശുശ്രൂഷകൾക്കെല്ലാം കാരണം. ഞാൻ പ്രസംഗിക്കുന്നു, എനിക്കറിയാം. മുട്ടിൽമേൽ നിന്ന് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ എന്നെ നിറയ്ക്കണമേ, നീ എന്നെ ശക്തീകരിക്കണമേ, നീ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, വചനം തരണമേ, എന്റെ അധരത്തെ ശുദ്ധീകരിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കിയതിന് ശേഷമാണ് ഓരോ ശുശ്രൂഷയും ഞാൻ നിർവഹിക്കുന്നത്. എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാണ് എന്റെ ശുശ്രൂഷ. എന്റെ ദൈവത്തിന് അപമാനം വരുത്തുവാൻ എന്റെ ശുശ്രൂഷ മുഖാന്തരം ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് he is the initiator of my ministry. അവനാണ് എന്റെ ശുശ്രൂഷയാണ്. പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് ഇനിഷ്യേറ്റർ ആയിരുന്നത്, 3 മിഷണറി യാത്രയ്ക്കും പ്രേരകനായിരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. അതുപോലെ തന്നെ ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവായ ദൈവം പൗലോസിനോട് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ പ്രസംഗിക്കണം, ആരോടൊക്കെ പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. He goes to the details of our ministry. അതെന്താ മനസ്സിലാക്കണം? He goes to the details of our ministry. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ശുശ്രൂഷയുടെ ഡീറ്റെയിൽസിലേക്ക്, വിശദതയിലേക്ക്, വൈശദ്ധ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് എല്ലാ കാര്യങ്ങളും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യമല്ല. He is not only an initiator, but he directs the way we minister. നമ്മൾ ശുശ്രൂഷിക്കേണ്ട വഴി അവൻ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ലാസിയിൽ വചനം പ്രസംഗിക്കാൻ പോകുന്നു. Forbid not to preach the word of God in Asia. ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവായ ദൈവം, യേശു കർത്താവല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവേ. കാരണം പരിശുദ്ധാത്മാവാണ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തത്, പരിശുദ്ധാത്മാവാണ് കൂടെ നിൽക്കുന്നത്. And he forbid, വിലക്കി, not to preach, പ്രസംഗിക്കരുത്. വചനം പ്രസംഗിക്കാനല്ലയോ പ്രവാചക അപ്പോസ്തലന്മാരെയൊക്കെ വിട്ടത്, നമ്മളെയൊക്കെ നിയോഗിച്ചിരിക്കുന്നു അതിനുവേണ്ടിയല്ലയോ? പക്ഷേ ചില സ്ഥലങ്ങളിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ വിലക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മൾ അരുതാത്ത ഇടങ്ങളിൽ പന്നികളുടെ മുമ്പിൽ മുത്തുകൾ ഇട്ട് കൊടുക്കരുതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ട്, പന്നികളുടെ മുമ്പിൽ മുത്തുകൾ ഇട്ട് കൊടുക്കരുത്. എന്താ? വിലയേറിയ ശ്രേഷ്ഠമായ വചനം കേൾക്കുവാൻ മനസ്സില്ലാതെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന പരിഹാസികളുടെ മുമ്പിൽ നീ വചനം പ്രസംഗിക്കരുത്. Forbid not to preach. പ്രസംഗത്തിന്റെ ഇടങ്ങളെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. He is the director of all process. എല്ലാ പ്രോസസ്സിന്റെയും, എല്ലാ ശുശ്രൂഷയുടെയും ഡയറക്ടറാണ് പരിശുദ്ധാത്മാവായ ദൈവം. നമുക്ക് അവനെ ഒന്ന് സ്നേഹിക്കാം. Triune God. He is the Holy Spirit is God. പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ദൈവമാണ്. പിതാവായ ദൈവത്തിന് നമ്മൾ അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും നാമത്തിൽ
എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ട്രയൂൺ ഗോഡിന്റെ പേരിലാണ് എല്ലാ ശുശ്രൂഷയും നാം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ശുശ്രൂഷയും ചെയ്തിട്ട് ട്രയൂൺ ഗോഡിൽപ്പെട്ട മൂന്നാമനായ പരിശുദ്ധാത്മാവായ ദൈവത്തെ നാം അവഗണിച്ച് പിന്നിൽ നിർത്തരുത്. അത് ഓർത്തുകൊള്ളണം. ഒരിക്കലും അവനെ പിന്നിൽ നിർത്തരുത്. അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. അവനെ മാനിക്കുവാൻ, അവനെ ആദരിക്കുവാൻ, അവനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവായ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ സിംഹാസനത്തിൽ നീ അവരോധിക്കപ്പെടണമേ. അവിടെ നീ ഇരുന്ന് എന്നെ ഭരിക്കണമേ, എന്നെ നടത്തണമേ, നിന്റെ ആലോചനയാൽ എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ we will be blessed. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വഴിയറിയാതെ നിൽക്കുമ്പോൾ മകളെ, നീ പരിശുദ്ധാത്മാവായ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിനക്ക് അത്ഭുതകരമായ ഒരു വഴി തുറന്നു തരും. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ട് അവനോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സത്യത്തിന്റെ മാർഗത്തിൽ വഴി നടത്തണമേ എന്ന്, എനിക്ക് കാഴ്ച തരണമേ എന്ന് അവൻ വെളിപ്പെടുത്തി തരും സത്യങ്ങൾ. നിനക്ക് ആവശ്യമുള്ളത് എന്തേ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ, he will help you, he will bless you, he will guide you. ഈ വലിയ സത്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ പേരിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആര് പറഞ്ഞാലും ശരി, നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സത്യം, he is with her, he is with me always. എന്നോടുകൂടെ എപ്പോഴും അവനുണ്ട്. അവനെ ആരും എന്നെ വ്യത്യസ്തമായി ചിത്രീകരിക്കരുത്. he is with us, with me. നിഷ്കളങ്കനായ, ഇന്നസെന്റ്, അതാണ് നല്ല വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ഹീസ് ആൻ ഇന്നസെന്റ് ഗോഡ്. അവനെ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് എൻ്റെ യേശു പറഞ്ഞത്, എൻ്റെ യേശു കർത്താവ് പറഞ്ഞെന്തോ, എന്നെ വേദനിപ്പിച്ചു, എന്നെ ദുഃഖിപ്പിച്ചു, എന്നെ വിമർശിച്ചു, എന്നെ ആക്ഷേപിച്ചു, എന്തു വേണമെങ്കിലും ചെയ്തു, പക്ഷേ പരിശുദ്ധാത്മാവായ ദൈവത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവായ ദൈവത്തെ നീ ദുഃഖിപ്പിക്കരുത്. ഇപ്പോൾ എൻ്റെ യേശുവിന് പോലും എത്ര വലിയ പദവിയാണ് പരിശുദ്ധാത്മാവിന് കൊടുക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധാത്മാവായ ദൈവത്തെ വ്യാകുലപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അവനെ പ്രശംസിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് വരൂ വരിക പാവനാത്മാവേ, തരൂ തരിക നിൻ വരമെന്നിൽ, തിരുവചന പൊരുളറിയാൻ, തിരുഹിതങ്ങൾ തിരിച്ചറിയാൻ വരൂ വരിക പാവനാത്മാവേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അടുത്ത വീട്ടിലൊരു പ്രാർത്ഥനയുണ്ട്, ഞാൻ അതിൽ പങ്കെടുക്കുവാൻ പോവുകയാണ്. നിങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങൾ അഭിപ്രായങ്ങളും സാക്ഷ്യങ്ങളും പറഞ്ഞ് ഈ ശുശ്രൂഷ പൂർണ്ണമാക്കുക. ജേക്കബ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാട പിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു,
കൂരിരുൾ എന്നെ മാട പിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനെ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്ക അനുദിനവും എന്നെ പരനെ. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാൽ.